നമ്മുടെ ഹോട്ടലിൽ ജീവനക്കാർക്ക് ഉൾപ്പെടെ ഹെൽത്ത് കാർഡ് നിർബന്ധമാണല്ലോ. അപ്പൊ ഈ ഹെൽത്ത് കാർഡ് നമ്മൾ നഗരസഭയായിട്ട് ചേർന്നുകൊണ്ടാണോ അല്ലെങ്കിൽ നഗരസഭയാണോ ഹെൽത്ത് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം? എന്താണ് ഈ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്? എന്താണ്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ മെഡിക്കലായിട്ട് ഫിറ്റ് ആണോ എന്നുള്ളതാണ് ഹെൽത്ത് കാർഡ്. ഈ ഹെൽത്ത് കാർഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു മഞ്ഞക്കളറുള്ള കാർഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി തർക്കങ്ങൾ കുറേ നാളുകളായിട്ട് ഉണ്ടായതാണ്. അതിനൊരു പരിധി വരെ ഇപ്പം പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ചില ഉദ്യോഗസ്ഥന്മാർ പിടിവാശിയാണ്. ഇന്ന് ഇവിടെ തന്നെ വേണം ഇല്ല. നമ്മളിന്ന് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ലാബുകളുണ്ട്. ഇപ്പം നമ്മുടെ കൊറോണയുടെ മെഡിസിൻ പോലും വാക്സിൻ പോലും പ്രൈവറ്റ് ലാബിൽ ഉണ്ടാക്കി അല്ലേ? അത് അത്രയും വലിയ സംഭവമൊന്നുമല്ലത്. അതുകൊണ്ട് നമ്മളിപ്പം പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകും മെഡിക്കൽ വേണം. അത് നമ്മൾ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് തുടങ്ങുന്നത് അല്ല. അതേപോലെ തന്നെ പ്രൈവറ്റ് ലാബുകൾ ഞങ്ങൾ ഒന്നിൽ കൂടുതൽ ലാബുകളായിരിക്കും തോന്നുന്നു. 2-3 ലാബുണ്ടെന്ന് തോന്നുന്നു. 2-3 ലാബുകൾ വിളിച്ച് അവരെ അവർക്ക് സർക്കാർ ലൈസൻസ് കൊടുക്കാനുള്ള അവർ കുറേ രേഖകളുണ്ടല്ലോ. ഈ രേഖകളെല്ലാം ഇതെല്ലാം പരിശോധിച്ച് ബെറ്ററായൊരു കൊട്ടേഷനും വാങ്ങിച്ച് അതിൽ നല്ല ലാഭം നല്ല റേറ്റും കിട്ടുന്ന ലാബുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്ന് സ്റ്റേറ്റ് മൊത്തം നമ്മൾ മൈക്രോ ലാബ് എന്ന് പറഞ്ഞാൽ വേൾഡ് ലെവൽ നമുക്ക് അറിയാൻ പറ്റും. ഗൂഗിളിലൊക്കെ നോക്കി അറിയാവുന്ന കേസാണ്. വേൾഡ് ലെവലിൽ ദുബായിൽ ഉൾപ്പെടെ ഹോട്ടലുകാർക്ക് ഹെൽത്ത് ഇഷ്യൂ ചെയ്യുന്നൊരു ലാബാണ് ഇത്. അതേപോലെ ജില്ലയിൽ നമുക്ക് 1-2 ലാബുണ്ട്. അങ്ങനെ ചില ജില്ലകളിൽ പ്രാദേശിക സർക്കാർ അംഗീകൃത ലാബുമാണ്. എന്താണോ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ടെസ്റ്റുകളും ആ ടെസ്റ്റുകൾ വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ അങ്ങനെ ചെയ്യുന്ന നഗരസഭയായിട്ട് എന്തെങ്കിലും ഉദ്യോഗസ്ഥരായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സംഘടനപരമായിട്ട് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഹെൽത്ത് കാർഡ് എടുക്കാതെ ഞങ്ങളുടെ സംഘടന ഇല്ലാത്ത ഒത്തിരി കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ. പല സംഘടനകളും ഉണ്ടാവും. അവരാരെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കാർഡ് എടുത്തിട്ട് അത് വിഷയങ്ങൾ ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാന്ന് ഞങ്ങൾ നഗരസഭയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഞാൻ ചോദിച്ച വേറെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ പുതിയൊരു ഹോട്ടൽ നടത്താൻ ഞാനിപ്പോ എനിക്കൊരു ഹോട്ടൽ നടത്തണം. അപ്പൊ ഞാൻ ഹോട്ടൽ നടത്താൻ പറ്റുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞോളണമെന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു ലൈസൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ KHRA എന്ന രീതിയിൽ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ഇപ്പോൾ നിങ്ങളെ സമീപിക്കുകയാണ്. ഞാൻ ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ വേണം എന്ന് ചോദിച്ചൊരാൾ പുതിയതായിട്ട് വന്നാൽ വേണ്ട സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടോ? അവർക്ക് കേരളം മുഴുവൻ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഇന്നുണ്ട്. നമ്മുടെ സംസ്ഥാന തലത്തിൽ ഏകദേശം 8ഓളം സ്റ്റാഫുകൾ തന്നെ മാത്രം നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് MG റോഡിൽ KHRA ഭവൻ ജയലക്ഷ്മി ബിൽഡിങ്ങിനോട് ചേർന്ന് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആർക്ക് വേണമെങ്കിലും അതാത് നമ്മുടെ സംസ്ഥാനത്ത് ഏത് ഏരിയകളിലാണോ പുതിയ സംരംഭങ്ങൾ വരുന്നത് സ്ഥാപനം വരുന്നത് ആ ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ നമ്പറും എല്ലാം ഉണ്ട്. കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളെ സെക്രട്ടറി പ്രസിഡന്റുമാർ മുതലുള്ള എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും നമ്പർ അവിടെ ഉണ്ട്. ആ നമ്പർ അതാത് ഏരിയയിൽ ഇപ്പോൾ എറണാകുളം ഇഷ്ടംമാർ വരാറുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടീനെ ഒരു കൺസൾട്ടൻസിക്ക് പോവാതെ നിങ്ങൾക്ക് വേണ്ട കൺസൾട്ടൻസി പോലുള്ള പാർട്ടികളൊക്കെ പോകുമ്പോൾ അമിതമായ ഞങ്ങൾക്ക് അറിയുന്ന അത്ര അറിവുകൾ പല കാര്യങ്ങൾക്കും ഉണ്ടാവില്ല. എന്നാൽ ഞാനത് അതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ, നമ്മുടെ തൃക്കാക്കരയിൽ തന്നെ പ്രവർത്തിക്കുന്ന 2-3 സ്ഥാപനങ്ങൾ ഇവിടുത്തെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അത് അവരെ അറിവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഈ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എന്ന് പറയുന്നത് 2000 രൂപയോളം നമുക്ക് ഒരു വർഷത്തേക്ക് ഉണ്ട്. അത് 5 വർഷം വരെ നമുക്കിപ്പോൾ എടുക്കാം. അത് 100 രൂപയുടെ ലൈസൻസ്. ചില ആളുകളോട് ഈ സ്ഥാപനം നടന്നത് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുകയാണ്, 100 രൂപയുണ്ട് 2000 രൂപയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു കച്ചവടക്കാരൻ എന്താ പറയുക, 100 രൂപയുടെ മതി. ഇത് രണ്ടാണ് എന്നുള്ള കാര്യം ഈ കച്ചവടക്കാരനെ പുതിയതായിട്ട് വരുന്ന കച്ചവടക്കാരനെ അറിയില്ല,
അവിടെ ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് പറയാം. അങ്ങനെ പല കേസുകൾ തൃക്കാക്കര വന്നിട്ടുണ്ട്. ഏജൻസിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏജൻസികളെല്ലാം ഓൺലൈനാണല്ലോ ഇപ്പം ആർക്കും ഇപ്പം ശ്യാമിനൊരു ഒരു ഓൺലൈനിൽ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഡോക്യുമെന്റ്സ് വെച്ചിട്ട്. പക്ഷേ ഇതിൽ ഈ 100 രൂപയുടെ സാധനം എന്ന് പറയുന്നത് ലൈസൻസ് അല്ല, അത് ഒരു ദിവസം 3278 രൂപ തരം കണക്ക് അത്ര രൂപ വിറ്റ് വരെയുള്ള സ്ഥാപനങ്ങൾക്കുള്ളതാണ് ഈ 100 രൂപയുടെ. ഇവിടെ ഏതെങ്കിലും സ്ഥാപനമുണ്ട് ഇന്ന് ചെറിയൊരു മുറുക്കാങ്കട പോലും അതിൽ കൂടുതൽ വരുമാനമുള്ളത് തൃക്കാക്കരയിൽ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട്. ജില്ലയിലുണ്ട്, അതെല്ലാം സംസ്ഥാനത്തുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങള് ഒരുക്കിയിരിക്കുന്നത്. അത് എല്ലാം ലൈസൻസ് മുതലുള്ള അവരെ നിയമപ്രകാരമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അവർക്കുണ്ടെങ്കിൽ, വലിയ ഒരു സ്ഥാപനം നല്ല ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റ്സ് എല്ലാം അവർക്കുണ്ടെങ്കിൽ അതിനു വേണ്ട ഹെൽത്ത് കാർഡ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണെങ്കിലും അതുപോലെ എല്ലാം അവർക്ക് എന്തൊക്കെ സർവീസ് വേണോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നൊരു ഏക സംഘടനയായിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ സംഘടന ഞങ്ങൾ അവകാശപ്പെടുന്നു.